നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള എക്സ്പ്രസ് അണിയിച്ചൊരുക്കുന്ന ഹലോ മലയാളീസിൻ്റെ വിഷുക്കണിയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് വിഷു. വിഷു എന്ന് പറയുമ്പോൾ ലോകത്തിൽ എവിടെയാണെങ്കിലും മലയാളികൾ എല്ലാവരും തന്നെ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. ഹലോ മലയാളീസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കായിട്ട് മനോഹരമായൊരു വിഷുക്കണിയോടുകൂടി ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തുവാവും നീ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ ഇനി അടുത്തതായിട്ട് ലോകത്തിൽ എവിടെയായാലും മലയാളികൾക്കെന്നല്ല എല്ലാ മതസ്ഥർക്കും സംഗീതം എന്ന് പറയുന്നത് മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒന്നാണ്. ഹലോ മലയാളീസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് മനോഹരമായൊരു വീണാനാദവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തുകയാണ്.
ഹലോ മലയാളീസിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തമ്പുരു മ്യൂസിക്സിൻ്റെയും വിഷുദിനാശംസകൾ. വെൽക്കം ബാക്ക്. ഇനിയിപ്പോൾ ഹലോ മലയാളീസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി വിഷുക്കണിയായിട്ട് സ്പെഷ്യൽ വിഭവങ്ങൾ എത്തുകയാണ്. സ്പെഷ്യൽ വിഭവം എന്ന് പറയുമ്പോഴത്തേക്കിന് വിഷുവിന് സദ്യയില്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അത്രയും മനസ്സ് നിറഞ്ഞുള്ള നല്ലൊരു ഫുഡിലേക്ക് പോയാലോ? പോവാം. അതിനായിട്ട് നമ്മളിപ്പോൾ കേരള എക്സ്പ്രസ്സിലേക്ക് പോവുകയാണ്. ഫാഹയിലുള്ള കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. പോവാം, പോയിട്ട് വരാം. വിഷു സ്പെഷ്യൽ. അതെ, ട്രെയിൻ പോയോ? ഏത് ട്രെയിനും? ചേട്ടാ ഒരു എറണാകുളം. അപ്പോൾ വിഷുവായിട്ട് ഊണിന് മുമ്പായിട്ട് എനിക്ക് റൂമിൽ ചെല്ലാൻ പറ്റത്തില്ലേ? കേരള എക്സ്പ്രസ്സോ? ഓടുന്നേ ഞാനും നീയും ഇടതടവിട തുരുകര തേടി കൂടുന്നേ അടിയിടി പിടിവലി നിൻവരവെനിക്കിത പേടി പുകയും വെടികിടക്കൊരു പടയണി അതിനിടയിടഞ്ഞൊരു ഓരിയൊടിയും നടുവിട്ടയ്ക്കുന്ന കുടുക്കത്തിൽ കൂടുകൂടെ ചുകപ്പിക്കും ചൂടിഴയുന്നോ നാളത്തിൽ നീ ചീറുന്നോ കോപത്തിൽ നീ വഴിയിൽ നിൻ കാവൽ വയ്യാവേലി പോരില്ല നേരത്തിൽ നീ കാണില്ല പാളത്തിൽ നീ വയറു തട്ടി നിന്നെ കാത്തുപാടി തീവണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള എക്സ്പ്രസ്സിലാണ്. അതായത് കുവൈറ്റിലെ ഏറ്റവും മനോഹരമായൊരു ട്രെയിൻ സെറ്റപ്പിലുള്ള ഹോട്ടലിലാണ്. ഇവിടെ വിഷു സ്പെഷ്യലായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? കണ്ടിട്ട് വരാം, ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ ഞാൻ ഈ ട്രെയിനകത്തോട്ട് കയറുക. ഓക്കെ, വിഷുവായിട്ട് നമ്മൾ സഞ്ചരിച്ചെത്തിയിരിക്കുന്നത് കേരള എക്സ്പ്രസ്സിലാണ്. ഫാഹയിലുള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് വേണ്ടി മലയാള തനിമയുള്ള കുറച്ച് നല്ല വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അതാണ് ഇന്ന് നമ്മുടെ വിഷു സ്പെഷ്യൽ. അതിനായിട്ട് ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് അജീഷ്. നമസ്കാരം. നമസ്കാരം അജീഷ് ഏട്ടാ. അപ്പോൾ അജീഷ് ഏട്ടൻ നാട്ടിലെവിടെയാ? മാവേലിക്കര. കുവൈറ്റിൽ എത്ര നാളായി? ഇപ്പോൾ 5 മാസമായി. ഇന്നിവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് സ്പെഷ്യലാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നത്? പ്രത്യേകിച്ച് വിഷുവിൻ്റെ ആ ഒരു ഒക്കേഷനിൽ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാമ്പഴക്കാളനാണ് ചെയ്യാൻ പോകുന്നത്. മാമ്പഴക്കാളൻ പറയുമ്പോൾ തന്നെ ഒരു പഴമയുണ്ട്. അപ്പോൾ ഈ മാങ്ങാപ്പഴം കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള മാങ്ങാപ്പഴം കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു മാമ്പഴക്കാളൻ നമുക്ക് വേണ്ടിയിട്ട് ഷെഫ് അജീഷ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ കുവൈറ്റില് പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മാങ്ങയാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം കൊണ്ടാണ് ഷെഫ് അജീഷ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. മാമ്പഴക്കാളനിലേക്ക് നമുക്ക് കിടക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങളാണ്? അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴമാണ്. അത് നമ്മളിവിടെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാമ്പഴം നമ്മളിവിടെ അരിഞ്ഞ് തയ്യാറാക്കി നല്ല വെടിപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും മാമ്പഴക്കാളിനെ ഞാൻ കഴിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നീട് വേണ്ടത് തൈര്. പിന്നെ തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ അരച്ചത്, കടുക്, ജീരകപ്പൊടി, ഉലുവ, കറിവേപ്പില, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഷെഫിന് വേണ്ടി നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം അതിലേക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നു. പിന്നെ അതായത് ഇതിനകത്ത് എണ്ണയൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട. ഇല്ല, ഇപ്പം എണ്ണയൊന്നും ഒഴിക്കണ്ട. മാങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ സ്വല്പം വെള്ളം ഒഴിക്കുക. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഓൾറെഡി ഇതൊരു മഞ്ഞ കളറാണ്. വീണ്ടും കുറച്ചുകൂടെ മഞ്ഞ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം അല്പം മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് മാങ്ങ അതാണ് ഇത്. ഏകദേശം ഒരു 2 മാങ്ങ കട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്.
ഇനി എന്താണ് അല്ല അല്പം ഇഞ്ചി. ഇഞ്ചി. ഓക്കെ. ഇഞ്ചി ഏകദേശം സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അല്പം പച്ചമുളക് ആവശ്യത്തിന്. കറിവേപ്പില. അത് ഈ കറിവേപ്പില അല്ലെ തന്നെ സാധാരണ നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണ് ഈ കറിവേപ്പില. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു നല്ല സ്മെല്ല് വെന്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഫ്ലേവർ നല്ലതായിട്ട് വർദ്ധിച്ചു വരും. ഇപ്പൊ കേരള എക്സ്പ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ തന്നെയാണ് അല്ലെ. ട്രെയിനിൽ ഇവിടെ വന്നിരുന്ന് വളരെ മനോഹരമായത് ട്രെയിനിനകത്ത് നമ്മൾ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ വിഭവങ്ങൾ ഇത് കൂടാതെ നമുക്ക് ഡെയിലി കിട്ടുന്നത് അല്ലെങ്കിൽ ആഴ്ചകളിൽ കിട്ടുന്ന എന്തൊക്കെ വിഭവങ്ങളാണ് വളരെ മനോഹരമായി? ഒരു ട്രാവൻകൂർ ഒത്തന്റിക് ട്രാവൻകൂർ റെസ്റ്റോറൻ്റ് ആണത്. ട്രാവൻകൂർ റെസ്റ്റോറൻ്റ് ആണ്. കാരണം എല്ലാം കൂടുതലും മലബാർ ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ആ ഭാഗത്തുള്ള. അതായത് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കേരളത്തിന്റെ മാപ്പ് തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പല ഡിസ്ട്രിക്റ്റുകളും പല സ്ഥലങ്ങളും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ പല പല ഫുഡുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്കിവിടെ എല്ലാം തീർച്ചയായിട്ടും ഇവിടെ തന്നെ. ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അതായത് സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെ? വെള്ളിയാഴ്ച നമുക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മുടെ വേണാട് ഫ്രൈഡ് ചിക്കൻ. അതായത് കൊല്ലം ഭാഗത്തു നിന്നുള്ള ഒരു ഇതാണ്, ചോയ്സ് ആണത്. ആണല്ലേ? നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ. അത് കൊള്ളാം. അപ്പൊ എന്തായാലും ഇത് കുറച്ച് തിളച്ചു വെന്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വെന്ത് ഏകദേശം ഇത് പകുതി വേവ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മാങ്ങ വെന്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. തേങ്ങ ചിരണ്ടി അരച്ച് വെച്ചിരിക്കുന്ന സാധനം ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഫുഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് തേങ്ങ. നമ്മൾ അതിലേക്ക് സ്വല്പം ജീരക പൗഡർ, ജീരകം വറുത്ത് പൊടിച്ചത്. നന്നായിട്ട് തിളച്ച് വെന്ത് മറിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോ ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ തൈര് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര്. നമ്മൾ തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ ഫയർ സ്ലോയിൽ ഇട്ട് വെക്കണം. ഓക്കെ. കാരണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ആ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒന്നിച്ചങ്ങ് ചെയ്തു പോകും. അതിന്റെ ആ സമയത്ത് മാത്രം നിങ്ങൾ ചിന്തിക്കുക, ഇതിന്റെ ഫ്ലേവർ കുറച്ചിടുക. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. തേങ്ങയും തൈരുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആകണം. അപ്പോൾ നമ്മുടെ മാമ്പഴക്കാളൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി താളിപ്പിടണം. ഇനി നമുക്കത് കടുക് പൊട്ടിക്കാനായിട്ട് താളിക്കാനായിട്ട് പോവുകയാണ്. കടുക് അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കളർ കിട്ടാനായിട്ട് ഒരു അല്പം മുളക് പൊടി ഇതിലിടുന്നു. നമ്മുടെ കാളനിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. അങ്ങനെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിന്റെ ആദ്യത്തെ വിഭവമായ മാമ്പഴക്കാളൻ അങ്ങനെ ഷെഫ് അജീഷ് ഇവിടെ കേരള എക്സ്പ്രസിൽ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഷെഫ്, നമ്മുടെ മാമ്പഴക്കാളൻ വളരെ മനോഹരമായിരുന്നു. ഇനി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണ്? വിഷു എന്ന് പറയുമ്പോൾ ഒരു പായസം ഇല്ലാതെ എന്ത് വിഷുവാണ്? അപ്പൊ നമുക്ക് ഒരു വെറൈറ്റി പായസമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വെറൈറ്റി ആയിട്ട് എന്ത് ടൈപ്പ് പായസമാണ്? നമ്മളൊരു അവൽ പ്രഥമനാണ് ചെയ്യാൻ പോകുന്നത്. അവൽ പ്രഥമൻ. അവൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ വിഷുവായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. പഴയ കാലത്ത് ഒരുപാട് കണ്ടങ്ങളിൽ നിന്നും സ്വന്തമായിട്ട് അരി എടുത്ത് മില്ലിൽ കൊണ്ടുപോയിട്ട് കുത്തി ആ അരി കൊണ്ട് തന്നെ വിഷു സദ്യ ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആ നെല്ലിൽ നിന്നും നെല്ല് കുത്തി
അവലാക്കി അവൽ പായസം അവൽ പായസം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇല്ലാത്ത ഒരു അവൽ പായസമാണ് ഇന്ന്. ആ ഒരു വിഷു ആയിക്കൊണ്ട് നമുക്ക് എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിക്കൊണ്ടെന്ന് തീർച്ചയായും കരുതിയിട്ടാണ് നമ്മളിപ്പോൾ അവൽ പായസം. തീർച്ചയായും ഉറപ്പായിട്ടും അതൊരു നൊസ്റ്റാൾജിയ ഫീൽ തന്നെയായിരിക്കും. അതായത് സാധാരണഗതിയിലുള്ള അവല്, ഈ അവല് നല്ലതായിട്ട് വറുത്ത് വെച്ചിരിക്കും. കാരണം ഇത് അവല് സാധാരണ അവലെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ശർക്കര പാനി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ആ അവലിടാം. അവല് ചേർക്കാമല്ലോ. ധൈര്യമായിട്ടുള്ള നല്ല ധൈര്യമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അവല് ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവല് ശർക്കരയുമായിട്ട് നന്നായി മിക്സായി വന്നിരിക്കുകയാണ്. ഓക്കെ, നെയ്യ്, ശർക്കര പാനി, അവൽ, വറുത്ത് വെച്ചിരിക്കുന്ന അവല്, ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നമ്മൾ അതായത് നമ്മുടെ അവൽ പ്രഥമന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇതില് തിളച്ച് കുറുകിയിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പം നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് നമ്മൾ ഒഴിക്കുകയാണ്. ഓക്കെ, തേങ്ങയുടെ രണ്ടാം പാല് നമ്മൾ ആദ്യം അതിലേക്ക് ചേർക്കുകയാണ്. ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് ഇതിനെ ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മളിതൊരു നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഏലക്ക ചുക്ക് ഇത് രണ്ടും കൂടി ചൂടാക്കി പൊടിച്ച് വെച്ചതാണ്. ഇത് നമുക്കിതിനൊക്കെയുള്ള ആവശ്യത്തിനുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക ചുക്ക് ഈ രണ്ട് സാധനങ്ങൾ ഇടുക. ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പം നെയ്യ് നമ്മൾ 3 പ്രാവശ്യം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ വീതമായിട്ടുള്ളത്. അവൽ പ്രഥമൻ ഏകദേശം 90% റെഡി ആയിട്ടിരിക്കുകയാണ്. അത് നമ്മൾ കൂടുതലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്യുകയാണ്. അവസാന ഘട്ടമായിട്ട് ഇതിൽ കാഷ്യൂനട്ട്, കിസ്മിസ് നല്ല നെയ്യിൽ വറുത്ത് വെച്ചത് നമ്മളിതിന് ഒരു ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇടുകയാണ്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്കത് മാറ്റാം. ആയിക്കോട്ടെ, നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു നല്ല സ്മെല്ല് ഇതിന് വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അല്പം ഞാലിപ്പൂവൻ പഴം സ്ലൈസ് ചെയ്തത്. വിഷുവിന്റെ ഏറ്റവും മനോഹരമായൊരു പ്രഥമൻ അല്ലേ? അവൽ പ്രഥമൻ നമ്മുടെ കേരള എക്സ്പ്രസിലെ അജീഷ് എന്ന് പറയുന്ന ഷെഫ് ഇവിടെ തയ്യാറാക്കി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഷെഫ് അജീഷ്, അപ്പോൾ വളരെയധികം നന്ദി. ഹലോ മലയാളീസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് 2 വിഭവങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. രണ്ടും വളരെ മനോഹരമാണ്. രണ്ടും നല്ല കിടിലൻ സാധനമാണ്. ഞങ്ങളെല്ലാവരും ഹലോ മലയാളീസിന്റെ എല്ലാ പ്രേക്ഷകരും പോയിട്ട് അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവാസികൾക്കും എൻ്റെയും കേരള എക്സ്പ്രസ് ഫാമിലിയുടെയും എല്ലാ നന്മ നിറഞ്ഞ വിശ്വാസങ്ങൾ. താങ്ക് യു. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ കേരള എക്സ്പ്രസിലെ മാനേജറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അഫ്സൽ ഭായ് വരും. ഇത് അഫ്സൽ ഭായ്, ഇത് കേരള എക്സ്പ്രസിന്റെ മുത്ത്. ഒരു മുത്ത് ഇത്, ഒരു മുത്ത് മറ്റൊന്ന്. അപ്പം എന്താണ് കേരള എക്സ്പ്രസിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? എത്ര നാളായി തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട്? ഇതിപ്പോൾ 5ാമത്തെ മാസമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 20ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. 20ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഹാപ്പിയാണ്? എല്ലാവരും ഹാപ്പിയാണ്. കുവൈറ്റിൽ എവിടെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടിൽ എടപ്പാട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? കേരള എക്സ്പ്രസിന്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവിധ വിശ്വാസങ്ങളും നേരുന്നു. വിഷുവായിട്ട് നമുക്ക് ആദ്യം കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന്, കേരള എക്സ്പ്രസിൽ നിന്ന് നമ്മൾ കഴിച്ചത് മാമ്പഴ കാളനാണ്. അപ്പം മാമ്പഴ കാളൻ നിന്ന് ടേസ്റ്റ് ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. ആഹാ, സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരം. മാമ്പഴത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മധുരം ഇങ്ങനെ നാവിലുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ തൈരിൻ്റെ ടേസ്റ്റ്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് വളരെ മനോഹരമായിട്ടുണ്ട്. 1 സ്പൂൺ കൂടെ കഴിച്ചു നോക്കാം.
കൊള്ളാം. ഇത് നിങ്ങൾക്ക് വിഷുവിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കിടിലൻ സാധനങ്ങളിൽ ഒന്നാണ്. ഞാൻ സത്യമായിട്ട് പറയാണ്, സൂപ്പർ സാധനം. ഇതുപോലെ തന്നെ വേറൊരു സാധനം എൻ്റെ കയ്യിൽ, എൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. നമ്മുടെ ഏറ്റവും മധുരം എന്ന് തോന്നിക്കുന്ന ഒരു സംഭവം, അവൽ അടപ്രഥമൻ. ഓക്കെ, അവൽ പ്രഥമൻ. ഓക്കെ, അവൽ പ്രഥമൻ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് അവൽ പ്രഥമൻ. ഇതിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് കിടിലനായിട്ടുണ്ട്. ഇതിൻ്റെ പഴത്തിൻ്റെയൊക്കെ ഒരു ഇതും കൂടെ വന്നപ്പോഴത്തേക്കിന് ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സംഭവമായി. ഈ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്ക് വിഷുവിന് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ മനോഹരമാണ്. ഇത് നമുക്ക് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം കേട്ടോ. അധികം വലിയ മധുരമൊന്നുമില്ല. എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ എങ്കിലും ഇതിനധികം മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷെഫിനോട് ചെറിയൊരു നിരസത്തിലാണ്. എന്തായാലും ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി കഴിക്കുക. ഞാൻ ഇത് മൊത്തം കഴിക്കട്ടെ. ശരിയെന്നാൽ അങ്ങനെ ഹലോ മലയാളീസിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, ഹലോ മലയാളീസിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇനിയും തുടർന്നും നിങ്ങളുടെ ഈ പ്രോത്സാഹനവും എല്ലാം തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം പുതുപുത്തൻ എപ്പിസോഡുകളുമായിട്ട് ഹലോ മലയാളീസ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം, വണക്കം.